ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അമ്മായീസ് കോർണർ. ഇന്നും തിരക്ക് പിടിച്ച ദിവസത്തിലെ കുറച്ച് വിശേഷങ്ങളായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ ഹസ്ബൻഡിനെയും മക്കളെയും പറഞ്ഞേക്കാനുണ്ട്. അപ്പോൾ അവരിപ്പോൾ ചോറും കൂട്ടാനും അവർക്കുള്ളതൊക്കെ ആക്കി കൊടുത്തിട്ട് അവരെ പറഞ്ഞയച്ച് പിന്നെ അതിന് ശേഷമാണ് പണിക്കാർ വരാൻ 8:30 കേട്ടോ. ടൈലിൻ്റെ പണിക്കാരാണ്. അപ്പോൾ അവർ വന്ന് പിന്നെ എന്നിട്ട് വേണം അവർക്കുള്ള ചോറും കൂട്ടാനും ഉണ്ടാക്കാൻ. അപ്പോൾ രാവിലെ നമ്മളിപ്പോൾ തിരക്കിൽ ചായയും കടിയും എല്ലാം ഉണ്ടാക്കണ്ടേ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കുറച്ച് ചോറേ വെക്കുള്ളൂ കേട്ടോ. അവർക്ക് മാത്രമുള്ളത് കൊണ്ടുപോകാൻ മാത്രമുള്ളത് വെക്കും. പിന്നെ പണിക്കാർക്കുള്ളത് വേറെ വെക്കലാണ്. അപ്പോൾ അവരതൊക്കെ കഴിഞ്ഞ് അവരൊക്കെ പറഞ്ഞയച്ച് പിന്നെ പണിക്കാർക്കുള്ള ചോറൊക്കെ വെക്കാണ് കേട്ടോ. അപ്പം മീനെ രാവിലെ കൊണ്ടുവന്നതാണ്. അപ്പോൾ ഞാൻ അവർക്കുള്ള കുറച്ച് പൊരിച്ച് കൊടുത്തു. പിന്നെ ബാക്കിയുള്ള അവിടെ വെച്ചതാണ് കേട്ടോ. പിന്നെ സാവധാനം അവരൊക്കെ പറഞ്ഞയച്ചിട്ട് ഉണ്ടാക്കിയാൽ മതിയല്ലോ എന്ന് കരുതിയിട്ട് കേട്ടോ. പിന്നെ പരിപ്പാണ് ഇന്ന് കറി വെക്കാൻ വിചാരിച്ചത്. ആ പരിപ്പൊന്ന് കഴുകി നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. സാമ്പാർ കറിയാണ് കേട്ടോ വെക്കുന്നത്. ഒരു സിമ്പിളായിട്ടൊരു സാമ്പാർ കേട്ടോ. അതാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് ഞാൻ കായം കഷ്ണമാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. നമുക്ക് ഈ കായത്തിൻ്റെ കഷ്ണം ഇട്ടാൽ നല്ല ചൊവ കിട്ടുമേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അധികം കഷ്ണമാണ് വാങ്ങാറുള്ളത്. ചെറിയൊരു കഷ്ണം ഈ സാമ്പാറിൽ ഇതിൽ ഈ പരിപ്പിലേക്ക് അങ്ങ് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ പെട്ടെന്ന് അലിഞ്ഞു പോകും. ചെറിയൊരു പിന്നെ വെളിച്ചെണ്ണയിലൊക്കെ ഒന്ന് പൊടിച്ചൊക്കെ ഇടാറുണ്ട്. സാധനം നമ്മൾ തേങ്ങ വറുക്കുന്നതിൻ്റെ കൂടെ അങ്ങനെ ഒന്നും ആവശ്യമില്ല കേട്ടോ. ഇതിങ്ങനെ ഇട്ട് കൊടുത്താൽ മതിയേ. നമുക്കിത് നന്നായി വേവിച്ചെടുക്കാം കേട്ടോ. പരിപ്പ് ആദ്യം വേവിച്ചെടുക്കാം. പിന്നെ അതിലേക്ക് സവാള, ഉരുളക്കിഴങ്ങ്, ഒരു 5-8 ഉള്ളിയും അത്രയും ഞാൻ ചേർക്കുന്നുള്ളൂ കേട്ടോ. അത് ഇട്ടിട്ടാണ് സാമ്പാർ ഉണ്ടാക്കുന്നത്. പിന്നെ കുറച്ച് വെണ്ടയ്ക്ക എടുക്കുന്നുണ്ട്. അപ്പം പണിക്കാർക്കുള്ള ചുടുവെള്ളം അവിടെ കൊണ്ടുവച്ച് ഇനി ഇതേ പരിപ്പ് വന്ന് ഞാനൊരു കുടുക്കിയൊക്കെ ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് നമുക്ക് അരിഞ്ഞ് വെച്ച ഉരുളക്കിഴങ്ങ്, ചെറിയൊരു കഷ്ണം സവാള, 4 പച്ചമുളക്, ഒരു 5-6 ചെറിയ ഉള്ളി ഇത് ഇട്ടെടുത്ത് നമുക്ക് അടുപ്പത്ത് വെച്ച് വേവിച്ചെടുക്കണം. അപ്പം അതിന് മുമ്പ് അതിലേക്കുള്ള പൊടികൾ ചേർത്ത് കൊടുക്കണേ. ഓരോ ടേബിൾ സ്പൂൺ വീതം മല്ലിപ്പൊടി, മുളക് പൊടി ഇത് നമുക്ക് വറുത്തിട്ട് ചൂടാക്കി അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അടുപ്പത്ത് കിടന്ന് വേവട്ടെ കേട്ടോ. അപ്പോൾ ചോറിനുള്ള വെള്ളം ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് തിളച്ച് മാറ്റി വെച്ചിട്ട് വേണം ചോറിന് അരി ഇടാൻ കേട്ടോ. അങ്ങനെ ഇത് ആദ്യം അവിടെ കിടന്നിട്ട് തിളക്കട്ടെ. ഇനി അവർക്ക് ചായ കൊടുക്കാനുണ്ട്. ചായ കൊടുത്തിട്ടില്ല. അപ്പം ചായക്ക് ഞാൻ പഴം പിഴിഞ്ഞതും പൊറാട്ടയും കൊടുക്കാൻ കരുതി കേട്ടോ. 2 പേരാണുള്ളത്. അപ്പം ഒന്ന് രാവിലത്തെ കടിയും പിന്നെ പഴം പിഴിഞ്ഞ് അങ്ങനെ എന്തെങ്കിലും കടിയും കറിയൊക്കെ കൊടുക്കാറുള്ളത്. അപ്പം ഒന്ന് കടിയും തികഞ്ഞിട്ടില്ല. ഞാൻ ഓട്ടടയായിരുന്നു ഉണ്ടാക്കിയിരുന്നത്. അപ്പോൾ അത് തീരെ ബാക്കിയില്ല കണ്ടോ. ഇതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ വേഗം പൊറാട്ട കൊണ്ടുവരിപ്പിച്ചു. ഞാൻ അവർക്കുള്ള ചായ കൊടുക്കട്ടെ. പിന്നെ ഇതേ രാവിലെ അരിഞ്ഞതിൻ്റെ ബാക്കി 2 കായും പച്ചക്കായ ഉണ്ടായിരുന്നു കേട്ടോ ഉപ്പേരി വെക്കാൻ. അപ്പോൾ അത് ഞാൻ സാധാരണ അവർക്കും കൂട്ടത്തിൽ അങ്ങ് ഉണ്ടാക്കാറാണ് ചെയ്യാറുള്ളത്. അപ്പം ഒന്ന് തിരക്കായിരുന്നു കേട്ടോ. ഹസ്ബൻഡ് നേരത്തെ പോയതുകൊണ്ട് ഞാൻ വേഗം അവർക്ക് മാത്രം ഉണ്ടാക്കിയതായിരുന്നേ. അപ്പോൾ അത് പച്ചക്കായ അങ്ങനെ അടുപ്പത്ത് വെച്ചു. ഇതേ പിന്നെ ടൈലിൻ്റെ പണി ഇതേ ബാത്റൂമിലാണ് ടൈലിടുന്നത് കേട്ടോ. ഇത് ബെഡ്റൂമാണ്. അപ്പോൾ ബാത്റൂമിൽ ഇട്ടിട്ടാണ് പിന്നെ ബെഡ്റൂമിലിടുക. അപ്പോൾ ആദ്യം അത് കഴിഞ്ഞിട്ട് സുഖമാണല്ലോ. അപ്പം അതും ഞാൻ കാണിച്ചു. ഇനിയിപ്പോൾ അടുത്ത് സാമ്പാറിലേക്കുള്ള തേങ്ങ നമുക്ക് വറുത്തെടുക്കാനുണ്ട്. അപ്പോൾ അത് പൊളിക്കട്ടെ. അപ്പോൾ ഈ എഡിറ്റ് ചെയ്യുന്നതിൻ്റെ വീഡിയോ പണിക്കാരുള്ള സമയത്താണ് കേട്ടോ. അപ്പോൾ കറണ്ട് പോയിട്ട് അവരവിടെ ഇരിക്കുകയാണ്. അപ്പോൾ ഈ തക്കത്തിനാണ് ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യുന്നത്. ഇത് ഇന്നലെ എടുത്ത് വെച്ച വീഡിയോ ആയിരുന്നു. അപ്പോൾ ഇന്നും പണിക്കാരുള്ള ദിവസം തന്നെയാണ്. എന്നാലും അപ്പോൾ ഞാൻ അല്ലെങ്കിൽ ഇത് ടൈലൊക്കെ കട്ട് ചെയ്യുന്ന സമയത്ത് ഭയങ്കര സൗണ്ട് ആയിരിക്കുമല്ലോ. എഡിറ്റ് ചെയ്യാനൊന്നും കഴിയൂല. അപ്പോൾ ഒന്ന് കറണ്ട് പോയിട്ട് ഇപ്പോൾ അവിടെ ഇരിക്കുകയാണ് അവർ. അപ്പോൾ ആ സമയത്ത് ഞാനിത് എഡിറ്റ് ചെയ്യട്ടെ എന്ന് ഇത് എഡിറ്റ് ചെയ്യാനേ. അപ്പോൾ അങ്ങനെ ചോറും ഊറ്റി വെച്ചു. വെണ്ടക്ക ഞാൻ വെളിച്ചെണ്ണയിൽ വഴറ്റിയിട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ അതിലേക്കുള്ള തേങ്ങ നമ്മൾ ചെറിയുള്ളി, 2 വെളുത്തുള്ളി, കറിവേപ്പിലൊക്കെ ഇട്ടെടുത്ത് വറുത്തെടുക്കുകയാണ്. അപ്പോൾ ദേ എൻ്റെ വാഴക്ക കൂട്ടാൻ കണ്ടോ. അത് അങ്ങ് വേവേറിയും ചെയ്ത് ഒരു കൂട്ടാൻ കറി പോലെ ആയി അടിയിലും പിടിച്ചു കേട്ടോ. അപ്പോൾ ഞാൻ കരുതിയത് പിന്നെ സാമ്പാറിലേക്ക് അങ്ങ് ഇടാന്ന് കേട്ടോ. അപ്പോൾ സാമ്പാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ പിന്നെ ഉപ്പേരി വെക്കണമെങ്കിൽ വേറെ എന്തെങ്കിലും തരയണം. അപ്പോൾ ഞാൻ വേഗം കർമൂസ ഉണ്ടായിരുന്നു. അത് വേഗം കുത്തി കർമൂസ ഉപ്പേരി വെച്ചു കേട്ടോ. അപ്പോൾ 2 പണിക്കാരിലുള്ള അവർക്ക് വെച്ച് കൊടുക്കാൻ മാത്രം മതിയല്ലോ എന്ന് കരുതി ഞാൻ 2 കായ് വേഗം വെച്ചതായിരുന്നേ. പക്ഷെ അത് അടിയിൽ പിടിച്ചും ചെയ്തു, പറ്റങ്ങോട്ട് കറിയായും ചെയ്തു കേട്ടോ. പിന്നെ സാമ്പാറിലേക്ക് ഇട്ട് കൊടുത്താൽ മതിയല്ലോ.
അതിലേക്ക് നമ്മൾ തക്കാളി ഒരു തക്കാളിയും പിന്നെ ഇത്തിരി പുളിയൊക്കെ പിഴിഞ്ഞ് പറഞ്ഞിട്ടുണ്ട്, അതൊന്നും കാണിച്ചിട്ടില്ല കേട്ടോ. അതിന്റെ ഇടക്കിടക്ക് നിന്റെ മോൻ ഇന്നലെ ഇവിടെ ഉണ്ടായിരുന്നു, സ്കൂളിൽ പോവാതെ. അവന് സ്കൂളിലായിരുന്നു. അപ്പൊ ഇടക്കിടക്ക് എന്റെ മൊബൈൽ അവൻ കൊണ്ടുപോയും. അപ്പൊ അതുകൊണ്ട് പിന്നെ അതും ബുദ്ധിമുട്ടാണ്. അവർക്ക് ഇടക്കിടക്കൊന്നും കാണിക്കാനൊന്നും പറ്റൂല കേട്ടോ. മക്കളുള്ള സമയത്തായിട്ട് നമ്മൾ ഇഷ്ടത്തിനൊന്നും വീഡിയോ എടുക്കാൻ കഴിയൂല. അവരൊക്കെ പറഞ്ഞയച്ചിട്ടായ നല്ല സുഖാണ്. ആ വെണ്ടക്ക ഇട്ട് ഇനി നന്നായി തിളക്കട്ടെ കേട്ടോ. ശരിക്കും തേങ്ങ വറുത്തരച്ച് പറഞ്ഞാൽ അതിന്റെ ശരിക്കും തിളച്ച് കിട്ടണേ. അപ്പൊ ഈ സമയം ഞാൻ ഇനി മീൻ മുറിക്കാൻ ഒരുങ്ങാണേ. അപ്പൊ അയിലയും മത്തിയാണ് കേട്ടോ. അയിലയാണ് ഉള്ളത്, പിന്നെ മത്തി കുറച്ച് മത്തി ഉണ്ടേ. അപ്പൊ 2 അയില ഞാൻ രാവിലെ പൊരിച്ചു, അവരെ പറഞ്ഞേക്കാൻ വേണ്ടിട്ട്. നമുക്ക് ബാക്കിയുള്ള മുറിച്ചെടുക്കാം. അപ്പൊ അതേ മീനൊക്കെ മുറിച്ച് കഴുകി വൃത്തിയാക്കി ഞാൻ അതിൽ കുറച്ചും പിന്നെ ചെറിയൊരു പെരട്ടാക്കാൻ കരുതി. അപ്പൊ അതിനുള്ള ഞാൻ ഇവിടെ കലക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അയല പൊരിക്കും ചെയ്യാൻ കരുതിയിട്ട് അയല 4 മത്തി എടുത്ത് പൊരിക്കും ചെയ്യാൻ കരുതി. അപ്പൊ മീനിലേക്കുള്ള മസാലപ്പൊടികളൊക്കെ നമുക്ക് പരത്തി കൊടുക്കാം. അപ്പൊ ഞാൻ ഇത്തിരി പുളി ചേർത്തിട്ടുണ്ട്. നമ്മൾ സാമ്പാറിലേക്ക് പിഴിഞ്ഞ് വെച്ചതിന്റെ പുളിയും ഇത്തിരി പുളി ചേർത്ത് കൊടുത്താൽ നല്ലതാണ് കേട്ടോ. നമ്മൾ നാരങ്ങനീരോ പുളിയോ എന്തെങ്കിലും ഒന്ന് ഇട്ട് കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പൊ അതങ്ങനെ പരത്തി വെച്ചിട്ടുണ്ട്. അപ്പൊ കർമൂസ കുത്തി കൊണ്ടുവന്നിട്ട് നമ്മൾക്ക് ഇനി കർമൂസ ചെത്തി എടുക്കാൻ കേട്ടോ. അപ്പൊ ചെത്തി കൊണ്ടുവന്നപ്പോ മുറിച്ച് കുത്തി കൊണ്ടുവന്നപ്പോ ഒന്ന് ചെറിയതായിട്ട് ചെനച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഒന്ന് കാര്യാക്കിയില്ലേ, ഏതായാലും അത് ഉപ്പേരി വെക്കാന്ന് കരുതിയേ. ഇനി നമുക്കിത് ഗ്രേറ്റ് ചെയ്തെടുക്കാം. അത് തോരനാക്കി വെക്കാണ് കേട്ടോ. നമ്മൾ കാബേജ് ഉപ്പേരി വെക്കും പോലെയുള്ള ഒരു ഉപ്പേരി ആക്കി വെക്കുകയാണ്. നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് തേങ്ങ ഒതുക്കിയെടുക്കാനുണ്ട്. അതിലേക്ക് ഉള്ളി, പച്ചമുളക്, തേങ്ങയും കൂടി നമുക്കൊന്ന് ചതച്ചെടുക്കണേ. അപ്പൊ നമ്മൾ സാമ്പാർ ചെറിയ തീയിൽ അങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ സാമ്പാർ തേങ്ങ പിന്നെ അരച്ച് പാർന്നാലും കുറച്ചൊക്കെ സമയം തിളക്കുന്നത് നല്ലതാട്ടോ. അത് ടേസ്റ്റ് കൂടുള്ളേ. നമ്മൾ വേറെ സാധനങ്ങളൊന്നും തേങ്ങ അരച്ച് പാരും പോലല്ല. സാമ്പാറിൽ തേങ്ങ അരച്ച് പാർന്നാൽ കുറച്ചധികം തിളക്കുന്നതൊക്കെ നല്ലതാണ് കേട്ടോ. മെല്ലെ ചെറിയ തീയിൽ അങ്ങനെ തിളച്ചുകൊണ്ടിരുന്നാൽ മതി. അപ്പൊ ഇനി നമുക്ക് താളിച്ചെടുക്കണം. പിന്നെ ഉപ്പേരി വെക്കാനും ഉണ്ടേ. അപ്പൊ കുറച്ച് സാമ്പാറിലേക്ക് അങ്ങ് നമുക്ക് കടുകൊക്കെ താളിച്ചത് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ബാക്കി പിന്നെ ഇതിലേക്ക് നമുക്ക് കർമൂസയും അങ്ങ് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പൊ ഇതുവരെ കറണ്ട് വന്നിട്ടില്ല, പണിക്കാർ കറണ്ട് വരാത്തതുകൊണ്ട് അങ്ങനെ ഇരിക്കുകയാണേ. അതുകൊണ്ട് ഇപ്പൊ എഡിറ്റ് ചെയ്യുന്നു. അപ്പൊ ഇന്ന് തന്നെ എഡിറ്റ് ചെയ്യാൻ പറ്റിയാൽ ഞാൻ അപ്ലോഡ് ആക്കുകയും ചെയ്യും കേട്ടോ. അങ്ങനെ വിചാരിച്ചു. അപ്പൊ ഞാനും തേങ്ങ അരക്കാൻ കറണ്ട് ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. കറണ്ട് തേങ്ങ ചിരണ്ടി വെച്ചിട്ടുണ്ട്, കറണ്ട് ഇല്ല. ഒന്നും പണിക്കാറുള്ള ദിവസമാണ്. അപ്പൊ ഇനി നമ്മൾ മഞ്ഞൾപ്പൊടി ഉപ്പൊന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് പിന്നെ ഇതിലേക്ക് ചതച്ച് വെച്ച തേങ്ങ അങ്ങ് ഇട്ട് കൊടുക്കാം കേട്ടോ. അങ്ങനെ ഒരു 12 മണിയൊക്കെ സമയത്ത് ഞാൻ അവർക്ക് എന്തെങ്കിലും വെള്ളം കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പൊ ഇന്നിപ്പോ ലൈം അടിച്ചിട്ട് അത് കൊടുക്കാൻ കരുതി. അപ്പൊ ഒരു ഗ്ലാസ് എനിക്കാണേ, നമ്മളും കുഴക്കുണ്ടാവുമല്ലോ. പിന്നെ അവർക്ക് ഞാൻ ഐസിന്റെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. പക്ഷെ ഞാൻ തണുത്തൊന്നും കുടിക്കാറില്ല കേട്ടോ. തിളപ്പിച്ചാറിയ വെള്ളത്തിലാണ് നമ്മൾ ഉണ്ടാക്കാറുണ്ട്. ഞാൻ വെള്ളം തന്നെ കലക്കാറുള്ളത്. അപ്പൊ നമ്മുടെ മീൻ ഇവിടെ ഗ്യാസിൽ പൊരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്.
അതേ എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഒക്കെ കഴിഞ്ഞ് ഇപ്പോൾ കയറി ബാങ്ക് കൊടുത്താൽ അവർക്ക് ചോറ് തിന്നാനാവട്ടെ. ബാങ്ക് കൊടുത്ത് പിന്നെ കുറച്ച് കഴിയും ചിലം. പിന്നെ ഇങ്ങനെ ചോദിക്കുമ്പോൾ അവർ പറയും എന്തെങ്കിലും എടുത്ത് വെച്ച പണി ഉണ്ടാവില്ല പൂർത്തിയാക്കാൻ. അപ്പം അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ 1 മണി സമയം ആയിട്ടുണ്ട്. അപ്പം ഞാൻ അവർക്ക് ചോറ് വിളമ്പിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം എല്ലാം ആയിട്ടുണ്ട്. പിന്നെ എല്ലാം ഒന്ന് കാണിക്കാനും പറ്റിയിട്ടില്ല. മീൻ ഒരു പെരട്ടാക്കി വെച്ചതാണ് കേട്ടോ. നല്ല ടേസ്റ്റോട് കൂടി തന്നെ വളരെ ഈസി ആയിട്ട്. നമ്മൾ സിമ്പിൾ ആയിട്ടുള്ള സാമ്പാർ കണ്ടോ. ആ സാമ്പാറിന്റെ ടേസ്റ്റ് കിട്ടിയാൽ മതി. കുറേ കഷ്ണങ്ങളൊന്നും ഉണ്ടാക്കണം എന്നൊന്നുമില്ല കേട്ടോ, ഇടണമെന്നൊന്നുമില്ല. വെണ്ടക്ക, ഉള്ളി, ഉരുളക്കിഴങ്ങ് മാത്രമേ ഉള്ളൂ കേട്ടോ സാമ്പാറിൽ. അപ്പോൾ ഇതെല്ലാം വിളമ്പിയൊക്കെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഇനി അവർക്ക് കൊടുത്താൽ മാത്രം മതിയേ. ഇത് ഞാനിട്ട നാരങ്ങച്ചാറാണ്. അപ്പം ഇതിന്റെ വീഡിയോ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റുള്ള അച്ചാറാണ് കേട്ടോ. ഇത് നമ്മൾ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഒന്നും വഴറ്റേണ്ടി ഒന്നും ആവശ്യമില്ല. കൂടുതൽ കാലം നിൽക്കുകയും ചെയ്യും. അപ്പം ഇതിന്റെ വീഡിയോ ഞാൻ പിന്നീട് ചെയ്യാം കേട്ടോ. അപ്പം നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം കേട്ടോ. അതുവരേക്കും ബൈ. അസ്സലാമു അലൈക്കും. കറണ്ടും വന്നല്ലോ.